ഹലോ ഓൾ, ഇന്ന് നമ്മൾ സ്റ്റെറിലൈസേഷൻ, കൾച്ചർ മീഡിയ ആൻഡ് പ്യുവർ കൾച്ചർ ടെക്നിക്ക് ഈ 3 ഏരിയയിൽ നിന്നുള്ള മാക്സിമം MCQs ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസോൾ ഈസ് എ ഓപ്ഷൻ എ ഡിസിൻഫെക്റ്റൻറ്റ്, ഓപ്ഷൻ ബി സ്റ്റെറിലൻറ്റ്, ഓപ്ഷൻ സി ആൻറ്റിസെപ്റ്റിക്, ഓപ്ഷൻ ഡി ആൻറ്റി അലർജൻറ്റ്. സോ ലൈസോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ലൈസോൾ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിന്തറ്റിക് മീഡിയം, സെമി സിന്തറ്റിക് മീഡിയം, ഡിഫറൻഷ്യൽ മീഡിയം. ഓപ്ഷൻ ഡി നൺ. പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിന്തറ്റിക് മീഡിയം, സെമി സിന്തറ്റിക് മീഡിയം. ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ മീഡിയം, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് സെമി സിന്തറ്റിക് മീഡിയം. സെമി സിന്തറ്റിക് മീഡിയം. The method in which the cells are frozen dehydrated. Option A pasteurization, option B desiccation, option C disinfection, option D lyophilization. ഏത് മെത്തേഡിലാണ് സെൽസ് ഫ്രോസൺ ഡീഹൈഡ്രേറ്റഡ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലയോഫിലൈസേഷൻ. ഓപ്ഷൻ ഡി ലയോഫിലൈസേഷൻ. ഫ്രീസ് ഡ്രൈയിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നതാണ് ഫ്രോസൺ ഡീഹൈഡ്രേറ്റഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാസ്ചറൈസേഷൻ നമുക്കറിയാം. പാസ്ചറൈസേഷൻ ടെക്നിക്കുണ്ട് സ്റ്റെറിലൈസേഷനിൽ. അത് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ തിളപ്പിച്ചിട്ട് അതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി ഇത് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്ററാണ്. അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് ഫ്രൂട്ട് ജ്യൂസസ്, വൈൻസിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം മോസ്റ്റ്ലി ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മിൽക്കിലാണ്. മിൽക്കിൻ്റെ പാസ്ചറൈസേഷൻ ഉണ്ട്. നമുക്ക് മിൽക്കിൻ്റെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 62.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെന്ന് പറയുന്നത് ഹോൾഡർ മെത്തേഡാണ്. അതല്ലാതെ ഫ്ലാഷ് മെത്തേഡ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ. നെക്സ്റ്റ് ഡിസിൻഫെക്ഷൻ ഉണ്ട്. ഡിസിൻഫെക്ഷൻ നമുക്കറിയാം, ഈ ഒരു ലൈസോളൊക്കെ പോലെ ഫീനോൾ, ലൈസോളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതാണ്. കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷനിൽ സ്പോർസ് കില്ലാകുന്നില്ല. The technique used to avoid all microorganisms is accomplished by option A sterilization, option B disinfection, option C surgical sterilization, option D disinfection sterilization. The right answer is option A ആണ്. Sterilization, the technique used to avoid all microorganisms. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും അവോയ്ഡ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ അതിൽ വെജിറ്റേറ്റീവ് സെൽസും സ്പോർസും ഇൻക്ലൂഡഡ് ആണ്. തെർമൽ ഡെത്ത് ടൈം ഈസ് ദ ടൈം റിക്വയർഡ് ടു കിൽ ഓൾ സെൽസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ദറ്റ് കിൽസ് ഓൾ സെൽസ് ഇൻ എ ഗിവൺ ടൈം. ഓപ്ഷൻ സി ടൈം ആൻഡ് ടെമ്പറേച്ചർ നീഡഡ് ടു കിൽ ഓൾ സെൽസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. സോ തെർമൽ ഡെത്ത് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. The right answer is time required to kill all cells at a given temperature. Option A ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. തെർമൽ ഡെത്ത് ടൈം നമ്മൾ PYQ ചെയ്തപ്പോഴും ഡിസ്കസ് ചെയ്തതായിരുന്നു തെർമൽ ഡെത്ത് ടൈം. Temperature required for pasteurization is above 150 degree Celsius, below 100 degree Celsius, 110 degree Celsius. Option D none of the above. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്.
ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ. ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ കോളനി ഈസ്. Separation of a single colony is option A pure culturing, option B isolation, option C separation, option D both A and B. സോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു പ്യുവർ കൾച്ചറിനെ ഒരു സിംഗിൾ കോളനിയെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ കോളനി ഈസ് പ്യുവർ കൾച്ചർ ടെക്നിക്, ഐസൊലേഷൻ, സെപ്പറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ കോളനി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ നമുക്ക് പ്യുവർ കൾച്ചറിങ് എന്നാണ് പറയാൻ പറ്റുന്നത്. Which of the following induces dimerization of thymine? തൈമിൻ ഡൈമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാണിക്കുന്നത് ആരാണ്? ഏത് റേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്സ് റേസ്, ഓപ്ഷൻ ബി യു വി റേസ്, ഓപ്ഷൻ സി ഗാമ റേസ്, ഓപ്ഷൻ ഡി സീറ്റ. അപ്പോൾ ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബി ആണ്. അൾട്രാ വയലറ്റ് റേസ് ആണ് ഡൈമറൈസേഷൻ ഓഫ് തൈമിൻ കാണിക്കുന്നത്. അൾട്രാ വയലറ്റ് റേസ് ഓർ യു വി റേസ് ആണ് ഡൈമറൈസേഷൻ ഓഫ് തൈമിൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിപ്പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഡൈമറൈസേഷൻ ഓഫ് തൈമിൻ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇത് യൂഷ്വലി ഈ അടുത്തടുത്ത് വരുന്ന രണ്ട് തൈമീൻ ഉണ്ടല്ലോ, അവർക്കിടയിലൊരു കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കി അവരെ ഒരു പെയർ പോലാക്കും, ഡയമറാക്കി മാറ്റും. ഈ ഡയമർ കാരണം, നമ്മുടെ ഈ ഒരു ഡൈമറൈസേഷൻ കാരണം DNA ഉണ്ടല്ലോ, ഓർഗാനിസത്തിൻ്റെ DNA റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റഡ് ആകും. സോ അതുവഴി ആ ഓർഗാനിസത്തിൻ്റെ ഡെത്ത് നടക്കാൻ സാധ്യതയുണ്ട്. UV സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. സോ ഡൈമറൈസേഷൻ ഓഫ് തൈമിൻ കോസ് ചെയ്യുന്നത് യു വി റേസ് ആണ് ഡൈമറൈസേഷൻ ഓഫ് തൈമിൻ കോസ് ചെയ്യുന്നത്. Autoclaving is carried at dry heat. Option A dry heat, option B atmospheric pressure, option C 120 degrees Celsius, option D all of these. Option A dry heat, option B atmospheric pressure, option C 120 degrees Celsius, option D all of these. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. ആക്ച്വലി അത് 121 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ആൻസറായിട്ട് നമുക്ക് ഓപ്ഷൻ സി എടുക്കാം, 121 ഡിഗ്രി സെൽഷ്യസ്. കാരണം എന്താണ്? ഓട്ടോക്ലേവിങ് ഒരു മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡാണ്. ഓട്ടോക്ലേവിങ്. അതേപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, പകരം എത്രയാണ്? 15 LBS പ്രഷർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. 15 psi ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഓട്ടോക്ലേവിങ് റൈറ്റ് ആൻസർ വരുന്നത്, ഏകദേശം റൈറ്റ് ആൻസർ വരുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ സ്പോർട്സ്? സ്പോർട്സിൽ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡ്രൈയിങ്, ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ സി ഓട്ടോക്ലേവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ്. ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ് മെത്തേഡാണ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. സോ എന്തായാലും ഇവിടെ എന്തുണ്ട്? സ്പോർട്സ് കില്ലാകും. ദെൻ ഓട്ടോക്ലേവ് ഉണ്ട്. ഓട്ടോക്ലേവ് നമ്മൾ പറഞ്ഞു നേരത്തെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. സോ അവിടെയും സ്പോർട്സ് കില്ലാകുന്നുണ്ട്. പിന്നുള്ളതാണ് ഡ്രൈയിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
Temperature in pasteurization is option A 62.8 degrees Celsius, option B 68.2 degrees Celsius, option C 82.6 degrees Celsius, ഓപ്ഷൻ ഡി 86.2 degrees Celsius. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എത്രയെന്നാണ് ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 62.8 degrees Celsius. 62.8 degrees Celsius ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഏത് മെത്തേഡാണ് നമ്മൾ പറയുന്നത്? ഹോൾഡർ മെത്തേഡിലാണ് 62.8 degrees Celsius. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്ലാഷ് മെത്തേഡ് അല്ലെങ്കിൽ HTST എന്ന്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ പറയുന്നത് എത്രയാണ്? ഏകദേശം ഒരു 71.5 to 74 degrees Celsiusൽ 15 to 30 seconds ആയിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 62.8 degrees Celsius ഫോർ 30 minutes ആണെങ്കിൽ അവിടെ വെറും സെക്കൻഡ്സ് മാത്രം മതി. 15 to 30 secondsനുള്ളിൽ ഫ്ലാഷ് മെത്തേഡ് കഴിയും. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 71.5 to 74 degrees Celsius ആണ്. Discontinuous heating is called. Discontinuous heating is called. Option A pasteurization, option B sterilization, option C tintalization, option D fermentation. ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ. ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് ആണോ? അല്ല, കണ്ടിന്യൂസ് ഹീറ്റിംഗ് ആണ് പാസ്ചറൈസേഷൻ. അപ്പോൾ അതൊരു ആൻസർ ആയിട്ട് വരില്ല. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കംപ്ലീറ്റ്ലി സ്പോർട്സിനെയും വെജിറ്റേറ്റീവ് സെൽസിനെയും റിമൂവ് ചെയ്യുന്ന, ഓൾ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. സോ അതല്ല. ദെൻ ടിൻറ്റലൈസേഷൻ. ഓക്കെ, അടുത്തത് ഫെർമെൻറ്റേഷനും അല്ലെന്ന് നമുക്കറിയാം. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടിൻറ്റലൈസേഷൻ ആണ്. ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് ഈസ് കോൾഡ് ടിൻറ്റലൈസേഷൻ. സോ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു സ്പെല്ലിങ്ങിൽ ഒരു കറക്ഷൻ ഉണ്ട്, TY ആണ്. അപ്പോൾ ടിൻറ്റലൈസേഷൻ. പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ ടിൻറ്റലൈസേഷൻ ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? 100 degrees Celsiusൽ നമ്മൾ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിലായിട്ട് ഹീറ്റ് ചെയ്യുന്നതാണ്. 100 degrees Celsiusൽ 15 to 30 minutes ഫസ്റ്റ് ഡേ, ദെൻ നെക്സ്റ്റ് ഡേ, ദെൻ അടുത്ത ഡേ. അങ്ങനെ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിലായിട്ട് 100 degrees Celsiusൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടിൻറ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഡേയ്സ് ഓർത്തിരിക്കണം, 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ആണ്. നെക്സ്റ്റ്, ബ്ലഡ് അഗാർ മീഡിയം ഈസ്. ഓപ്ഷൻ എ എൻറിച്ച്മെൻറ്റ് മീഡിയം, ഓപ്ഷൻ ബി എൻറിച്ച്ഡ് മീഡിയം, ഓപ്ഷൻ സി സെലക്റ്റീവ് മീഡിയം, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ മീഡിയം. ബ്ലഡ് അഗാർ. ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് നമ്മൾ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എൻറിച്ച്ഡ് മീഡിയ. ബ്ലഡ് അഗാർ മാത്രമാണോ എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ പറയുന്നത്? ചോക്ലേറ്റ് അഗാർ പറയാറുണ്ട്, പിന്നെ എഗ് അഗാർ പറയാറുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ്. പിന്നെ എന്ത് നമ്മൾ ലോ ഫ്ലേഴ്സ് സിറം അഗാർ എന്നൊക്കെ പറഞ്ഞ് ലോ ഫ്ലേഴ്സ് സിറം സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരെല്ലാം എൻറിച്ച്ഡ് മീഡിയയിലാണ്. ഈ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? യൂഷ്വലി ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്, അതായത് എന്തെങ്കിലും ഗ്രോ ചെയ്യാൻ സ്പെഷ്യൽ ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റ്സ് ഉള്ള ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ യൂസ് ചെയ്യുന്നത്. പിന്നീട് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എൻറിച്ച്മെൻറ്റ് മീഡിയയാണ്. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മിക്സഡ് കൾച്ചറാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ഒരു മിക്സഡ് കൾച്ചറിൽ നിന്ന് ഒരു പ്യുവർ കോളനി നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ
നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അൺവാണ്ടഡ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതിനെയാണ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മീഡിയയാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് സെലനേറ്റ് എഫ് ബ്രോത്ത്. അത് യൂഷ്വലി ഡിസെൻട്രി ബാസില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സെലനേറ്റ് എഫ് ബ്രോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻറിച്ച്മെൻറ്റ് മീഡിയ ഇപ്പം നമ്മൾ ഫീക്കൽ മാറ്ററൊക്കെ എടുത്തിട്ട് അതിൽ നിന്നൊക്കെ ഇപ്പം സാൽമണല്ല ടൈഫോയിഡ് ഫീവറുള്ള ആളുടെ ആണെങ്കിൽ സാൽമണല്ല ടൈഫിയാണ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഐസൊലേറ്റ് ചെയ്യേണ്ട ആ ഒരു ഓർഗനിസം. പക്ഷേ അതിനിപ്പം നമുക്കറിയാം നമ്മുടെ കോളനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള ഈക്കോളയൊക്കെ ഫീക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഈക്കോളയൊക്കെ ഓവർഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സാൽമണല്ല ടൈഫിയുടെയൊക്കെ പുറത്ത്. സോ ഇങ്ങനെയുള്ള കേസിൽ ഈക്കോളയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സാൽമണല്ലയെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാൽമണല്ലയുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്തെങ്കിലും മീഡിയയിൽ ആഡ് ചെയ്തുകൊണ്ട് സാൽമണല്ലെ ഗ്രോ ചെയ്തെടുപ്പിക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. ടെട്രാതയോണേറ്റ് ബ്രോത്ത് ഉണ്ട്, അതൊരു എൻറിച്ച്മെൻറ്റ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. ഈ ഒരു ടെട്രാതയോണേറ്റ് ആണ് നമ്മൾ കോളിഫോംസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടെട്രാതയോണേറ്റ് ഉണ്ട്. പിന്നെ സെലനേറ്റ് എഫ് ഉണ്ട്. സെലനേറ്റ് എഫ് എന്ന് പറയുന്നത് ഡിസെൻട്രി ബാസില്ലയൊക്കെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോത്താണ്, മീഡിയമാണ്. ദെൻ നെക്സ്റ്റ് സെലക്റ്റീവ് മീഡിയം. ഇപ്പം നമ്മൾ സെലക്റ്റീവ് മീഡിയത്തിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കണം എങ്കിൽ അങ്ങനെയുള്ള മീഡിയയാണ് നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് പറയണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചതാണ്. എൻറിച്ച്ഡ് മീഡിയ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റിച്ച്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചോക്ലേറ്റ്, എഗ്ഗ്, ബ്ലഡൊക്കെ വെച്ച് റിച്ച് ആയിട്ടുള്ള ഒരു മീഡിയ ആയിരിക്കും എൻറിച്ച്ഡ് മീഡിയ. എക്സാമ്പിൾസ് മാറിപ്പോകരുത്. ദെൻ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞു സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ന് നേരത്തെ പറഞ്ഞു, ടെട്രാതയോണേറ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എൻറിച്ച്മെൻറ്റ് മീഡിയം എന്ന് പറയുന്നത് ബ്രോത്ത് ആയിരിക്കും. ഓൾവേസ് അതെന്തായിരിക്കും? ബ്രോത്ത് ആയിരിക്കും. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ബ്രോത്ത് ആയിരിക്കും. എൻറിച്ച്ഡ് മീഡിയ എപ്പോഴും അഗാർ ആയിരിക്കും. ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, എഗ് അഗാർ, ലോ ഫ്ലേവർ സിറം അഗാർ, അങ്ങനെ അഗാർ ആയിരിക്കും. സോ നെക്സ്റ്റ് കമ്മിങ് ടു ദ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അതിൻ്റെ ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് കൊടുത്ത് അതിൻ്റെ നമ്പർ കൂടുതൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ് സെലക്റ്റീവ് മീഡിയ എന്ന് വിളിക്കുന്നത്. ദെൻ ഡിഫറൻഷ്യൽ മീഡിയയുണ്ട്. ഡിഫറൻഷ്യൽ മീഡിയവും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബാക്ടീരിയയെ മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തറിയാൻ എന്തെങ്കിലും പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മെക്കോൺകി അഗാറിൽ നമ്മൾ ഇപ്പം എൻട്രോബാക്ടീരിയസ് ഇപ്പം ഈക്കോളയൊക്കെ ഗ്രോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ, ലാക്ടോസ് ഫെർമെൻറ്റിങ്ങിനെയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിങ്ങിനെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ മീഡിയ. ഇവിടെ മെക്കോൺകിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മെക്കോൺകിയെ നമുക്ക് സെലക്റ്റീവ് മീഡിയ ആയിട്ടും ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ടും പറയാം കേട്ടോ. മെക്കോൺകി അഗാർ ബോത്ത് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് ഫീനോൾ കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ്സ്. ഡിസിൻഫെക്റ്റൻസിലൊക്കെയുള്ള ഫീനോൾ കോഎഫിഷ്യൻറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എഫിഷ്യൻസി ഓഫ്
A. Disinfectant. Option B. Dilution of a disinfectant. Option C. Purity of a disinfectant. Option D. Quantity of a disinfectant. The right answer is option A ആണ് efficacy or efficiency of a disinfectant. Efficiency of a disinfectant. Agar is obtained from option A. green algae, option B. red algae, option C. brown algae, option D. blue green algae. അഗാർ ഏത് ടൈപ്പ് ആൽഗയിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റെഡ് ആൽഗെ. റെഡ് ആൽഗയിൽ തന്നെ ഗ്രാസിലേറിയ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്, ഗ്രാസിലേറിയ ജെലീഡിയം ഈ രണ്ട് ആൽഗകളാണ്. ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടും ഉള്ളതാണ് കേട്ടോ. ഗ്രാസിലേറിയ ജെലീഡിയം ഇതിൽ നിന്ന് രണ്ടിൽ നിന്നുമാണ് അഗാർ കിട്ടുന്നത്. അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കിട്ടിയത്. ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഫെനി ഹെസ്സെയാണ്. റോബർട്ട് കോച്ചിൻ്റെ ലാബിലുണ്ടായിരുന്ന ഹെസ്സെയുടെ വൈഫായ ഫെനി ഹെസ്സെയാണ് ഈ ഒരു അഗർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ ഇൻഡിക്കേറ്റർ മീഡിയം. ഇൻഡിക്കേറ്റർ മീഡിയത്തിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ RCM റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം, ഓപ്ഷൻ ബി ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ഓപ്ഷൻ സി വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം, ഓപ്ഷൻ ഡി ഷാപ്പക്ഡോഗ്സ് മീഡിയം. അപ്പം ഇൻഡിക്കേറ്റർ മീഡിയത്തിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option C വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം. ഇൻഡിക്കേറ്റർ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് കളർ ചേഞ്ച് ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കളർ ചേഞ്ചസ് ഇവരിലുണ്ടാകും ഈ മീഡിയത്തിൽ. അങ്ങനെയുള്ളതാണ് ഈ ഒരു വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയത്തിൽ. സൾഫേറ്റാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സൾഫേറ്റാണ്. ഈ ഒരു മീഡിയത്തിലോട്ട് നമ്മൾ സാൽമണല്ല ടൈഫിയെ ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാൽമണല്ല ടൈഫി ഗ്രോ ചെയ്യുമ്പം ഈ മീഡിയത്തിലുള്ള സൾഫൈഡായിട്ട് മാറും. ഓക്കെ, സൾഫൈഡായിട്ട് മാറി ഒരു മെറ്റാലിക് ബ്ലാക്ക് കളറിൽ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയത്തിനെ നമ്മൾ ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് കാണിക്കുന്ന മീഡിയമാണ് ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയമാണ് ഓപ്ഷനിലുള്ളത്. അതിനകത്ത് സൾഫൈറ്റ് ഉണ്ട്. സാൽമണല്ല ടൈഫിയെ ഗ്രോ ചെയ്യുന്ന ടൈമിൽ അവരതിലെ സൾഫൈറ്റിനെ സൾഫൈഡാക്കി മാറ്റും. ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിൽ സൾഫൈറ്റിനെ സൾഫൈഡാക്കി മാറ്റുകയും കോളനിയുടെ ആ ഒരു മീഡിയത്തിൻ്റെ കളറ് എന്തായിട്ട് മാറും? മെറ്റാലിക് ബ്ലാക്ക് കളറിലോട്ട് മാറുകയും ചെയ്യും. ദെൻ വേറൊരു എക്സാമ്പിൾ, ഇപ്പം ഇൻഡിക്കേറ്റർ മീഡിയത്തിനൊരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം ടെലുറൈറ്റ്. മെക്ലോയിഡ്സ് മീഡിയത്തിലുള്ള പൊട്ടാസ്യം ടെലുറൈറ്റ് ഉണ്ട്. ഇത് ഒരു ഡിഫ്തീരിയ തോന്നുന്നു എനിക്ക്. ഡിഫ്തീരിയ ബാസിലെ ഗ്രോ ചെയ്യിക്കുന്ന സമയത്ത് ഇവർക്കും കളർ ചേഞ്ച് സംഭവിച്ച് ബ്ലാക്ക് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ മെക്ലോയിഡ് മീഡിയ ഒരു എക്സാമ്പിളാണ്. വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം ഉണ്ട്. ദെൻ RCM റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു എനൈറോബിക് മീഡിയമാണ്. ദെൻ നമ്മുടെ ന്യൂട്രിയൻ്റ് ബ്രോത്താണുള്ളത്. പിന്നെയുള്ള ഷെപ്പക്ഡോഗ്സ് മീഡിയം ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ മീഡിയം അല്ല, മൈക്കോളജിക്കൽ മീഡിയമാണ്, ഒരു ഫംഗൽ മീഡിയമാണ് ഷെപ്പക്ഡോഗ്സ് മീഡിയം. The medium used for the cultivation of Mycobacterium species. Mycobacterium speciesൻ്റെ
കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം. ഓപ്ഷൻ എ തയർ മാർട്ടിൻ മീഡിയം, ഓപ്ഷൻ ബി ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, ഓപ്ഷൻ സി മെക്കോൺകി മീഡിയം, ഓപ്ഷൻ ഡി ചോക്ലേറ്റ് അഗാർ മീഡിയം. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, LJ മീഡിയം ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, LJ മീഡിയം ആണ് റൈറ്റ് ആൻസർ. ദെൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ തയർ മാർട്ടിൻ മീഡിയം ഉണ്ട്. തയർ മാർട്ടിൻ നീസേറിയ ഗൊണോറിയയുടെ ഐസൊലേഷന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് മീഡിയമാണ്. സോ നമ്മുടെ മൈക്കോബാക്ടീരിയം സ്പീഷീസിൻ്റെത് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയമാണ്. ദെൻ മെക്കോൺകി മീഡിയം, ചോക്ലേറ്റും അഗാറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസ്പോർട്ട് മീഡിയ? ട്രാൻസ്പോർട്ട് മീഡിയ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ സബറോസ് ഡെസ്ട്രോസ് അഗാർ SDA, ഓപ്ഷൻ ബി മെക്ലോയിഡ്സ് മീഡിയം, ഓപ്ഷൻ സി സ്ട്വാർട്സ് മീഡിയം, ഓപ്ഷൻ ഡി EMB അഗാർ. മെക്ലോയിഡ്സ് മീഡിയം നമ്മൾ SDA എന്ന് പറയുന്നത് ഒരു ഫംഗൽ മീഡിയയാണ്, അപ്പോൾ അതല്ല. മെക്ലോയിഡ്സ് മീഡിയം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഇൻഡിക്കേറ്റർ മീഡിയമാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ടെലുറേറ്റ് ഉണ്ട്. സോ ഇത് ഒരു ഇൻഡിക്കേറ്റർ മീഡിയമാണ്, അപ്പോൾ അതല്ല. ദെൻ സ്ട്വാർട്സ് മീഡിയം ഉണ്ട്, EMB അഗാർ ഉണ്ട്. EMB അഗാർ യോസിൻ മെഥിലീൻ ബ്ലൂ അഗാർ. യോസിൻ മെഥിലീൻ ബ്ലൂ അഗാർ എന്ന് പറയുന്നത് നമ്മുടെ ഈക്കോളയുടെ മീഡിയമാണ് EMB അഗാർ. ഈക്കോളയുടെ സ്പെസിഫിക് മീഡിയമാണ് EMB അഗാർ. ഗ്രീൻ മെറ്റാലിക് ഷീൻ ഈക്കോളെ കാണിക്കുന്നത് EMB അഗാറിലാണ്. ഓപ്ഷൻ സി സ്ട്വാർട്സ് മീഡിയമാണ് ട്രാൻസ്പോർട്ട് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി സ്ട്വാർട്സ് മീഡിയമാണ് ട്രാൻസ്പോർട്ട് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗനിസംസ് കാണും. ആ ഒരു സ്പെസിമെനെ ഒരു ലാബിൽ നിന്ന് വേറൊരു ലാബിലോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഗോണോകോക്കയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്വാർട്സ് മീഡിയം യൂസ് ചെയ്യുന്നത്. The color of colonies produced by Salmonella typhi on Wilson-Blair medium is option A green metallic sheen, option B black metallic sheen, option C pink color, option D brown green. കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? സൾഫൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒരു ബ്ലാക്ക് മെറ്റാലിക് ഷീനാണ് ഫോം ചെയ്യുന്നത്. ബ്ലാക്ക് മെറ്റാലിക് ഷീൻ. ഗ്രീൻ മെറ്റാലിക് ഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞ EMB അഗാറിലാണ് ഗ്രീൻ മെറ്റാലിക് ഷീൻ വരുന്നത്. പിങ്ക് കളറൊക്കെ ലാക്ടോസ് ഫെർമെൻറ്റേഷനിലൊക്കെ പിങ്ക് കളറാണ് വരുന്നത്. Which of the following method can be used to determine the number of bacteria quantitatively? നമ്പർ ഓഫ് ബാക്ടീരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ട്രീക്ക് പ്ലേറ്റ്, ഓപ്ഷൻ ബി സ്പ്രെഡ് പ്ലേറ്റ്, ഓപ്ഷൻ സി പോർ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. സോ കോളനി കൗണ്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് പ്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്, പോർ പ്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. കോളനീസ് കൗണ്ട് ചെയ്ത് എഴുതുന്നത് CFUയിലാണ്. കോളനി ഫോമിംഗ് യൂണിറ്റാണ് ഇതിൻ്റെ യൂണിറ്റ്. CFU per ml നമ്മളെപ്പോഴും എഴുതുന്നത്. The method used to determine bacterial motility is ബാക്ടീരിയൽ മോട്ടിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ ക്രാഗീസ് ട്യൂബ് മെത്തേഡ്. ഓപ്ഷൻ ബി മെക്ലിൻഡോഷ് ഫെയിൽഡ് അനൈറോബിക് ജാർ മെത്തേഡ്. ഓപ്ഷൻ സി ഗ്യാസ് പാക്ക് മെത്തേഡ്. ഓപ്ഷൻ ഡി ലിക്വിഡ് കൾച്ചർ മെത്തേഡ്. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ക്രൈഗീസ് ട്യൂബ് മെത്തേഡ്. അതായത് ഒരു വലിയ ട്യൂബിൻ്റെ അകത്ത് നിങ്ങളിങ്ങനെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരിക്കും. മീഡിയം ഉണ്ട്, അതിനകത്തൊരു മിഡിലൊരു ട്യൂബ് കാണും. ഇതിൽ ബാക്ടീരിയയെ ഗ്രോ ചെയ്യിപ്പിക്കും, ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ബാക്ടീരിയ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ തൊട്ടടുത്ത് മീഡിയത്തിലോട്ട്, ഈ ട്യൂബിൽ നിന്ന് മീഡിയത്തിലോട്ട് പോയി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് മൊട്ടയിലായിട്ടുള്ള ഓർഗാനിസം ആയതുകൊണ്ടാണ്. സോ ക്രാഗീസ് ട്യൂബ് മെത്തേഡാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മെക്ലിൻഡോഷ് ഫിൽഡ് എനൈറോബിക് ജാറും ഗ്യാസ് പാക്ക് മെത്തേഡും എനൈറോബിക് കൾട്ടിവേഷൻ മെത്തേഡ്സ് ആണ്. അത് എനൈറോബിക് കൾച്ചർ മെത്തേഡ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നുള്ളതാണ് ലിക്വിഡ് കൾച്ചർ. ലിക്വിഡ് കൾച്ചർ നമുക്കറിയാം, ബ്രോത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ക്രാഗീസ് ട്യൂബ് മാത്രമല്ല, നമ്മൾ AU ട്യൂബ്സും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോട്ടിലിറ്റി കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ഓക്കെ, അത് പറഞ്ഞപ്പോഴത്തെ നമ്മൾ ഈ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡൊക്കെ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ആ വീഡിയോയും കണ്ടിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ആൻസർ. ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ്? Corynebacterium diphtheriae requires. Option A Lowenstein-Jensen medium. Option B McConkey's medium. Option C potassium tellurite medium. Option D PDA medium. Corynebacterium diphtheriae. നമ്മൾ ലോവൻസ്റ്റീൻ-ജെൻസൺ മീഡിയത്തിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞായിരുന്നു. എവിടായിരുന്നു LJ മീഡിയം പറഞ്ഞത്? നമ്മൾ മൈക്കോ ബാക്ടീരിയത്തിൻ്റെ കേസിൽ പറഞ്ഞു. അപ്പോൾ അതല്ല, മെക്കോൺകി മീഡിയം അല്ല. ദെൻ PDA എന്ന് പറയുന്നതൊരു ഫംഗൽ മീഡിയമാണ്. പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാറാണത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പൊട്ടാസ്യം ടെലുറൈറ്റ് മീഡിയം. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയെ കണ്ടുപിടിക്കാനുള്ള മീഡിയം ഏതാണ്? അതിന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന മീഡിയം ഏതാണ്? പൊട്ടാസ്യം ടെലുറൈറ്റ് മീഡിയം. ഈ പൊട്ടാസ്യം ടെലുറൈറ്റ് മീഡിയത്തിനെ തന്നെയാണ് നമ്മൾ നേരെ മെക്ലോയിഡ്സ് മീഡിയം എന്ന് പറഞ്ഞില്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. പൊട്ടാസ്യം ടെലുറൈറ്റ് ഇൻ മെക്ലോയിഡ്സ് മീഡിയം എന്ന് നേരത്തെ ഇൻഡിക്കേറ്റർ മീഡിയ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതേ പൊട്ടാസ്യം ടെലുറൈറ്റ് മീഡിയം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ പൊട്ടാസ്യം ടെലുറൈറ്റ് മീഡിയം. In spread plate culture, which technique is used to dilute the original bacterial sample before spreading it onto the agar plate? In spread plate culture, which technique is used to dilute the original bacterial sample before spreading it onto the agar plate? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അഗാർ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ്? ഓപ്ഷൻ എ സ്ട്രീക്ക് മെത്തേഡ്, ഓപ്ഷൻ ബി സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡ്, ഓപ്ഷൻ സി സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി അൾട്രാ ഫിൽട്രേഷൻ. സോ നമുക്കെല്ലാവർക്കും അറിയാം സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡ്. ടെസ്റ്റ് ട്യൂബ്സിൽ സീരിയലി ഡൈല്യൂട്ട് ചെയ്ത് ഓരോ ട്യൂബിൽ നിന്നും ഉള്ള ആ ഒരു സാമ്പിളാണ് നമ്മൾ എന്തിലോട്ട് കൊടുക്കുന്നത്? സ്പ്രെഡ് പ്ലേറ്റ്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡൈല്യൂഷൻ ഫാക്ടറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഈസ് ഡൺ ഓൺ. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഏത് മീഡിയത്തിലാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ഓപ്ഷൻ ബി സെബറോഡെക്സ്ട്രോസ് അഗാർ, ഓപ്ഷൻ സി മുള്ളർ ഹിൻറ്റൺ അഗാർ, ഓപ്ഷൻ ഡി മക്കോൺകി അഗാർ.
റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മുള്ളർ ഹിൻറ്റൺ അഗാർ, MHA മുള്ളർ ഹിൻറ്റൺ അഗാറിലാണ് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആൻറ്റിബയോട്ടിക് ഡിസ്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഡിസ്കിന് ചുറ്റും സോൺ ഓഫ് ക്ലിയറൻസ് ഉണ്ടാകും. ഈ സോൺ ഓഫ് ക്ലിയറൻസിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്കിനോടുള്ള ബാക്ടീരിയൽ കോളനിയുടെ റെസിസ്റ്റൻസോ സെൻസിറ്റിവിറ്റിയോ നമ്മൾ നോക്കുന്നത്. സോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. സോ ഇപ്പം തന്നെ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു PYQ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എവിടെയാണ് കിടക്കുന്നത്, തപ്പി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മൾ പ്ലേലിസ്റ്റ് മൈക്രോബയോളജിസ്റ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെലിഗ്രാമിൽ നമ്മൾ ഡിസ്കഷൻ ചാനൽ മാത്രമല്ല ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്. അതിൽ നോട്ട്സ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇങ്ങനെയുള്ള MCQs വീഡിയോസ് ആണോ കൂടുതലായിട്ട് വേണ്ടത്, അതോ ക്ലാസ്സസ് ആണോ വേണ്ടത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു ഓൾ.